കോട്ടയം കുറിച്ചി സ്വദേശിയായ പ്രേംകുമാറാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ബോധ്യപ്പെട്ടത്. ഈ പ്രേംകുമാർ മുൻപ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ പ്രേംകുമാറിലേക്ക് തന്നെയായിരുന്നു അന്വേഷണം നീണ്ടത്. ഈ ഇരിങ്ങാലക്കുട പോലീസ്, കുറിച്ചി പോലീസ്, ചിങ്ങവനം പോലീസുമായി ബന്ധപ്പെട്ട് ഇയാളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതിന് ശേഷം ഇയാൾ ജൂൺ 3 കൊലപാതകം നടത്തിയതിന് ശേഷം ഇയാൾ സ്ഥലത്ത് നിന്ന് മുങ്ങി. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച ആദ്യത്തെ സൂചന ഈ പ്രേംകുമാർ സംസ്ഥാനം വിട്ട് ഡൽഹിയിലേക്ക് പോയിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട പോലീസിൻ്റെ ഒരു സംഘം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഒരു വിശ്രമ കേന്ദ്രത്തിൽ ഇയാൾ മരിച്ച നിലയിൽ കാണപ്പെട്ട എന്നുള്ളൊരു വാർത്ത കേദാർനാഥ് പോലീസ് ഈ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുന്നത്. ഇപ്പോൾ ഡൽഹിയിലുള്ള പോലീസ് സംഘം ഈ കേദാർനാഥിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് ഈ കേസിലെ മറ്റു കാര്യങ്ങൾ, തുടർ നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അവസാനിപ്പിക്കാനേ ഇനി തരവുള്ളൂ.